തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ ശൈലജ. LDF കൊയിലാണ്ടി നിയോജക മണ്ഡലം കൺവെൻഷൻ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് MPമാർ പാർലമെന്റിലടക്കം എടുത്ത നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടെന്ന് മന്ത്രി വിമർശിച്ചു. ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഒന്നാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടും വിവിധ നിയോജക മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തും വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും വടകരയിൽ കെ ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരുന്നു മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. കേരളത്തിൽ കോൺഗ്രസ് നിർത്തിയ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി വയനാട്ടിലാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. ശ്രീ രാഹുൽ ഗാന്ധി വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി വന്നാലും ഇവിടെ വിജയിക്കാൻ വേണ്ടി പോകുന്നത് സഖാവ് ശൈലജ ടീച്ചർ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ MPമാർ പാർലമെന്റിൽ ഉണ്ടാക്കേണ്ട ആവശ്യകതയും മന്ത്രിയായിരിക്കുമ്പോൾ അടക്കം കൈവരിച്ച നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞായിരുന്നു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറുടെ വോട്ടഭ്യർത്ഥന. വടകര മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടുത്തെ വികസനത്തെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്വപ്നങ്ങൾ, വികസനങ്ങൾ, അതിനുവേണ്ടി പോരാട്ടം നടത്താൻ, അതിനുവേണ്ടി ആസൂത്രണം നടത്താൻ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് പരിശ്രമിക്കും. വടകരയുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെയുള്ള MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് വടകരക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കാൻ നാം തയ്യാറാകും. അത് നടപ്പിലാക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് പരിശ്രമിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.